പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ ഡോക്ടറായി സൂര്യപ്രകാശ് വന്നതിനെ തുടർന്ന് പ്രശ്നങ്ങൾ വഷളായിരിക്കുകയാണ്. ആകെ പകച്ചു പോകുന്ന മനുവാകട്ടെ തൻ്റെ രഹസ്യങ്ങളെല്ലാം പൊളിയാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങുകയാണ്. പക്ഷേ ഈ ഒളിച്ചുകളി അധികനാൾ മുന്നിലേക്ക് പോകുന്നില്ല. കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇടയായിരിക്കുകയാണ്. ഇപ്പോൾ സൂര്യപ്രകാശ് മനു തന്നെയാണ് ഇപ്പോൾ പേരുമാറ്റി ഇവിടെ താമസിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന സൂര്യ മനുവിൻ്റെ മുന്നിലേക്ക് കടന്നു വരുന്നു. ഇതോടെ കള്ളത്തരം മുഴുവൻ പൊളിയുകയാണ്. ഓ, അപ്പോൾ മനു, നീ ഇവിടെ സുഖിച്ച് ജീവിക്കുകയാണ് അല്ലേ? വീട്ടിലുള്ള എല്ലാവരോടും ബാംഗ്ലൂരിലേക്ക് പോയി എന്ന് പറഞ്ഞ് ഇവിടെ മറ്റൊരു കള്ള ജീവിതം. സൂര്യ, ഞാൻ ആരെയും ചതിച്ചിട്ടില്ല. ഇത് ഒരു അത്യാവശ്യ ഘട്ടം വന്നപ്പോൾ ചെയ്യേണ്ടി വന്നതാണ്. അത് എന്തുകൊണ്ടാണ് ചെയ്തത് എന്നുള്ള കാര്യം ഇപ്പോൾ എനിക്ക് നിന്നോട് വ്യക്തമാക്കാൻ സാധിക്കുകയില്ല എന്നതാണ് സത്യം. പക്ഷേ ഞാൻ മറ്റൊരു ദിവസം നിന്നോട് ഈ കാര്യങ്ങൾ തുറന്നു പറയാം. അതുവരെ നീ എനിക്ക് സമയം തരണം. അത് ശരിയാവുകയില്ല മനു. നിന്നെ വിചാരിച്ച് ഇരിക്കുന്ന ഒരു പെണ്ണുണ്ട് അവിടെ. അവളെ ചതിച്ചുകൊണ്ടുള്ള നീക്കമല്ലേ ഇത്? അല്ല സൂര്യ, ഞാൻ ഇതെല്ലാം അവളോട് അറിയിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം അഞ്ജലിക്ക് കൃത്യമായി അറിയാം. തൽക്കാലത്തേക്ക് വീട്ടുകാരറിയാതെ നീ ഈ കാര്യങ്ങളൊന്ന് ഹാൻഡിൽ ചെയ്താൽ മാത്രം മതി. ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം. ഇതോടെ ശരി മനു, ഞാൻ ആ കാര്യം മറ്റാരും അറിയാതെ ഡീൽ ചെയ്തു കൊള്ളാം. നിനക്കിതിൻ്റെ പേരിൽ ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല. ഞാൻ നിനക്ക് ഉറപ്പ് നൽകുന്നു എന്ന് പറഞ്ഞ് സൂര്യ അവിടെ നിന്ന് പോയിരിക്കുകയാണ്. ഇതോടെ സൂര്യ ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്നു. കാര്യങ്ങൾ കൃത്യമായി ഉപയോഗിച്ചാൽ ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കും. അതുകൊണ്ട് തന്നെ ബുദ്ധിപൂർവമായ നീക്കമാണ് ഇവിടെ വേണ്ടത്. എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. അഞ്ജലിയെ വീണ്ടും സ്വന്തമാക്കാൻ പറ്റിയ സമയമാണ് ഇത്. ഇപ്പോൾ മനു അവളുടെ അടുത്തില്ല. ഈ ചതി വീട്ടുകാരറിയുകയാണ് എങ്കിൽ മനുവിന് വളരെ വലിയൊരു തിരിച്ചടിയാകും ലഭിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ബുദ്ധിപൂർവം നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകണം എന്ന് ഉറപ്പിക്കുന്ന സൂര്യ പ്രഭയെ ചെന്ന് കണ്ടിരിക്കുകയാണ്. പ്രഭയോട് വളരെ വലിയൊരു ചതിയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ആ കാര്യം പ്രഭേച്ചി അറിയുന്നുണ്ടോ എന്ന് സൂര്യ ചോദിക്കുന്നു. ഇതോടെ നീ എന്തൊക്കെയാണ് പറയുന്നത്? എനിക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ല. അതാണ്, ചേച്ചിക്ക് ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല. ഇവിടെ മനു വലിയൊരു കള്ളത്തരം കാണിച്ച് നടക്കുകയാണ്. ചേച്ചിയൊക്കെ അവനെ കണ്ണുമടച്ച് വിശ്വസിച്ചതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. മനു ബാംഗ്ലൂരിലേക്കൊന്നും പോയിട്ടില്ല. ഈ നാട്ടിൽ തന്നെയുണ്ട്. ഈ നാട്ടിൽ സുഖമായി ജീവിക്കുന്നു. എവിടെയാണെന്നറിയണോ? അതെ, ഞങ്ങൾക്കറിയണം. അവൻ എന്തിനാണ് അങ്ങനെ ഒരു ചതി ചെയ്യുന്നത്? അതിനുള്ള ആവശ്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഇതിന് പിന്നിലെ കാര്യം അറിഞ്ഞ് ഞങ്ങൾക്ക് മതിയാകൂ. നീ പറയുന്നത് നുണയാണോ എന്നും അറിയണ്ടേ? ഇതോടെ സൂര്യ തൻ്റെ കൂടെ വരാൻ പ്രഭയോട് ആവശ്യപ്പെടുകയും തന്ത്രത്തിൽ മനുവിനെ കാണിച്ചു കൊടുക്കുകയും ചെയ്തതിനെ തുടർന്ന് മനുവിൻ്റെ ചതി പ്രഭയും കൂട്ടരും അറിഞ്ഞിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.